കുട്ടംകുളങ്ങരയുടെ മടയിലാണ് പുലി മട തന്നെ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. നമുക്ക് എവിടെ നോക്കിയാലും പുലികളെ കാണാം. ഇപ്പോഴെന്തായാലും പുലികളുടെ ഒരുക്കങ്ങൾ, പുലി വര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇതാ നമുക്കൊരു പുലിയെ പരിചയപ്പെടാം. എന്താ പേര്? ആൽവിൻ. ചെറിയ കുട്ടിപ്പുലിയാണോ ഇവിടുത്തെ? ആണോ? എത്ര വർഷമായി? 2ാമത്തെ വർഷം. വര പൂർത്തിയായിട്ടില്ല അല്ലേ? ഇതിങ്ങനെ ബുദ്ധിമുട്ടാണോ? ഇങ്ങനെ കുറെ നാള് ബുദ്ധിമുട്ടൊന്നുമില്ല. ആവേശമാണ്. നമുക്കിതൊരു ആവേശമാണ്. വർഷാവർഷം ഈ പുലിക്കളിക്ക് ഇങ്ങനെ ഇറങ്ങാന്നുള്ളത് നമ്മുടെ ഒരു നമ്മൾ പറയും സാധാരണ കാവില പാട്ട് മത്സരത്തിന് കാണാം. അതേപോലെ നിങ്ങൾ പറയാറ് നമ്മൾ അടുത്ത പിന്നെ പുലിക്കളിക്ക് കാണാൻ കെട്ടിയതല്ലേ? ഞങ്ങൾക്ക് ഓണത്തിന് മുന്നേ സീസൺ തുടങ്ങും. പുലിക്ക് വയറൊന്ന് പുലിക്ക് പെയിന്റ് ഉണങ്ങിയിട്ടില്ല, പെയിന്റ് ഉണങ്ങണം. അതാണ്. അപ്പൊ ഇതില് പുലി വരകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മള് നേരത്തെ പോയ മടകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അശ്വതി. അത് ഇവിടെ കൂടുതലും പെൺകുട്ടികളാണ് വരയ്ക്കുന്നതാണ്. എന്താ പേര്? ഗ്രീഷ്മ. വരയ്ക്കുന്ന ആളാണ് അല്ലേ? പഠിക്കാണ്, ഫൈൻ ആർട്സ് കോളേജ് പഠിക്കുക. ഇവിടെ കൂടുതലും പെൺകുട്ടികളാണോ വരയ്ക്കുന്നത്? അറിയില്ല. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഉണ്ട്, വേറെ ആൾക്കാർ അറിയില്ല. ശരി ചേട്ടാ, ഇങ്ങനെ നിക്കണം കൊറേ നേരമായിട്ട്. വേദനിക്കുണ്ടോ? വൈബാണ്, നമ്മള് പൊളിക്കും. കപ്പടിക്കാൻ കുട്ടംകുളം അത് പറയാൻ പറ്റില്ല. ഇതെന്ത് പുലിയാ ചേട്ടാ? ഏത്? വരയംപുലി. ചേട്ടാ എല്ലാ വർഷവും വരയംപുലിയിലാണോ വരയ്ക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഇവിടെ ചെറിയൊരാളുണ്ട്. എന്താ പേര്? ആൽബിൻ. എത്ര വർഷമായി? 3 വർഷം. എന്ത് പുലിനെ വരയ്ക്കുന്നേ? ഇത് പുള്ളിപ്പുലി. വരയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? അതാണ്. ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ വര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു ചേട്ടൻ കുറെ നേരമായിട്ട് വരച്ച് നിൽക്കുന്നുണ്ട്. ചേട്ടന്റെ പേരെന്താ? അഖിൽ. ചേട്ടൻ എത്ര വർഷമായി? 2ാമത്തെ വർഷമാണ്. ശരി. അപ്പം ഇങ്ങനെ നിക്കണം കുറെ നേരമായിട്ട്. തീർച്ചയായും നമുക്ക് ഇറങ്ങണം അല്ലേ? ആവേശമാണ്. കുട്ടംകുളങ്ങര കപ്പടിക്കോ? തീർച്ചയായും കപ്പടിക്കും. ഇവിടെ ഞാൻ വന്ന സമയത്ത് അശ്വതി നമ്മളിവിടെ കുറെ ആളുകളെ കണ്ടു. കൂട്ടത്തിൽ ഒരു പെൺ പുലിയെ കാണുകയാണ്. പുലി വേഷം കെട്ടാൻ പോകുന്ന ആളല്ല. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ യുവജനോത്സവത്തിന് ഒരു 5:30 മണിക്കട്ടിൽ ആ പാട്ടുപാടി സോഷ്യൽ മീഡിയ താരമായ ഒരാളുണ്ട്. ആളിവിടെ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ നടക്കുകയാണ്. പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? പരിചയപ്പെടാം നമുക്ക്. പേരെന്താ? കൃഷ്ണ. കൃഷ്ണയുടെ പാട്ട് വൈറലായിരുന്നു, അറിയാം, ഓർമ്മയില്ലേ? ഇൻസ്റ്റഗ്രാം ഭരിച്ച ഒരു പാട്ടുകാരിയാണ്. ആ പാട്ടൊന്ന് പാടിയാലോ? നമുക്ക് ഒന്ന് വൈബായാലോ നമുക്ക്? ഓക്കെ. അഞ്ജന മണിക്കട്ടിലുമേ നല്ല പഞ്ഞാണി തേർമെത്തേമേ അഞ്ജന പർവ്വതം പോലെ മങ്ക കിടപ്പു കാണുന്നേ കുന്നത്ത് കുന്ന പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ പോലെ കുഴൽ മൂടി മങ്ക തൻ്റെ മുഖമഴകാണേ. അടിപൊളി. അപ്പൊ ഈ പാട്ട് നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമൊക്കെ ഒരുപാട് ഭരിച്ചൊരു പാട്ടാണ്. ആ പാട്ട് പാടി ആളെ ഇവിടെ അവിചാരിതമായിട്ട് കണ്ടതാണ്.